നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കാനൊരുങ്ങിയാണ്. ഇടത് വലത് മുന്നണികളും ബി ജെ പിയും എല്ലാം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ യു ഡി എഫിലും കോൺഗ്രസ് അതിനുള്ള ഒരുക്കങ്ങൾ ഒരു പക്ഷേ മറ്റ് പാർട്ടികളെ സി പി എമ്മിനേക്കാളും എൽ ഡി എഫിനേക്കാളും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് യു ഡി എഫിൽ ഇത്തവണ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ്, അതായത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സണ്ണി ജോസഫ് മാറുമെന്നൊരു റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാനുള്ളൊരു സാധ്യത നിലവിൽ കൂടുതലാണ്. അപ്പം പുതിയൊരു അധ്യക്ഷനെ നമ്മൾ കോൺഗ്രസ്സിന് പ്രഖ്യാപിക്കേണ്ടി വരും. അപ്പോൾ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്കൊപ്പം പുതിയ അധ്യക്ഷൻ ആരാണ് എന്നുള്ള കാര്യം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ. അത് പ്രകാരം ബെന്നി ബെഹനാണ് സാധ്യതകൾ കൂടുതൽ കാണുന്നത്. കാരണം നിലവിൽ മുമ്പ് ആൻ്റണിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു, പക്ഷേ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ബെന്നി ബെഹനാനാണ് സാധ്യതകൾ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, ഈ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. 10 വർഷം പ്രതിപക്ഷത്ത് ഇരുന്നിട്ടാണ് ഇനി മത്സര രംഗത്ത് അവർ സജീവമായിട്ട് രംഗത്തുള്ളത്. അപ്പം എല്ലാ അലയും കെട്ടി വേണം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പോരാടാൻ ഇറങ്ങാൻ. അപ്പോഴത്തേക്കും എല്ലാ രീതിയിലും പാർട്ടി സജ്ജമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യത്തോടെയാണ് പുതിയ അല്ലെങ്കിൽ സണ്ണി ജോസഫ് മാറി നിൽക്കുമ്പോൾ പകരം ഒരു ബെന്നി ബെഹനാനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത്. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ബെന്നി ബെഹനാൻ്റെ ഒരു വരവ് പ്രധാനമായിട്ട് കാണേണ്ട ഒരു സംഗതി, ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ലെഗസിയുടെ ഒരു ട്രൂ എന്താ പറയുക ഫോളോവർ കടന്നു വരുന്നതിൻ്റെ ഒരു സംഗതി നമുക്ക് കാണാവുന്നതാണ്. അത് ഉമ്മൻചാണ്ടിയുടെ ശിഷ്യന്മാർ വേറെ ഇല്ലായിട്ടല്ല, പക്ഷേ ഇത്രയും അടുപ്പത്തിലും എന്താ പറയുക ഒരു രാഷ്ട്രീയ ബന്ധത്തിനപ്പുറം കടന്നിട്ടുള്ള ഡീപ്പായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അവസാന ഘട്ടത്തിൽ അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും 2019 തെരഞ്ഞെടുപ്പിലൊക്കെ ഉമ്മൻചാണ്ടി വയ്യാതിരിക്കുന്ന ഘട്ടത്തിൽ പോലും ഇങ്ങേറെ സമയത്ത് അസുഖമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടി വളരെ സജീവമായിട്ട് ഇറങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു നേതാവ്, ഉമ്മൻചാണ്ടിയുടെ ഒരു ലെഗസി യുമായിട്ട് വരുന്നൊരു നേതാവിൻ്റെ ഒരു സാന്നിധ്യം, വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരു വളരെ തലയെടുപ്പുള്ളൊരു നേതാവിൻ്റെ സാന്നിധ്യം തീർച്ചയായും ഇത്തവണ പാർട്ടിയെ സംബന്ധിച്ച് വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഈ താൽക്കാലിക പ്രസിഡൻഷിപ്പ്. മുമ്പും ഇതുപോലെ 2011 തലേക്കുന്നിൽ ബഷീർ ചെന്നിത്തല മാറി നിന്നപ്പോൾ ബഷീർ വന്നിട്ടുണ്ട്. പിന്നെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുള്ളത് 2024 ഇതുപോലെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരന് വേണ്ടിയിട്ട് MMS പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ ഈ രണ്ട് ഇതിൽ നിന്നും ഇതിനൊരു വ്യത്യസ്തത ഇത്തവണ വരുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തലേക്കുന്നിൽ ബഷീർ ഒരു വലിയ നേതാവായിരുന്നു, വളരെ ബഹുമാനിക്കപ്പെടുന്നൊരു നേതാവായിരുന്നു. പക്ഷെ ഒരു സഹൃദയനായ, വളരെ എന്താ പറയുക, അത്ര വലിയ കാർക്കശ്യം നമുക്ക് പറയാനില്ലാത്ത, എന്നാൽ ആദർശപരമായിട്ടൊക്കെയുള്ള കാർക്കശ്യം ഉണ്ടെങ്കിൽ പോലും ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ബെന്നി ബെഹനാനെ പോലെയൊക്കെ ഒരു വളരെ കരുത്തനായ ഒരു നേതാവൊന്നായിരുന്നില്ല. അപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രാധാന്യം മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ഹൈക്കമാൻഡ് ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നുള്ളതെന്നാണ് കാണേണ്ടത്. കാരണം അത്രയധികം പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വരുന്ന ഏതൊരു പാളിച്ചയും അവരെ സംബന്ധിച്ച് സൂയിസൈഡലാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ കോൺഗ്രസിൻ്റെ ഒരു പൊതുവിൽ യു ഡി എഫിൻ്റെ ഒരു രീതികൾ നോക്കുമ്പോൾ പല പ്രശ്നങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഇപ്പോൾ കുറ്റ്യാടിയിലുണ്ടായിരുന്ന വലിയ സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ നടന്ന അടി ഒക്കെ കഴിഞ്ഞ ദിവസം നടന്നത്. പക്ഷെ സ്റ്റിൽ അവർ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ, നിർണായകമായൊരു ഘട്ടത്തിലെത്തുമ്പോൾ, വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സന്ദർഭങ്ങളിൽ അവരെടുക്കുന്ന ഡിസിഷൻസ് ഞെട്ടിക്കുന്നതായിരിക്കും. അത് അവരെ വിജയത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും. അതിനു മുമ്പുണ്ടായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ, ചെറുതല്ല വലിയ പ്രശ്നങ്ങൾ തന്നെ, അതൊന്നും ഒരു വലിയ
പ്രശ്നമല്ലാതെ മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡിസിഷൻസ് അവരുടെ ഭാഗത്തു നിന്ന് വരും. അപ്പോൾ ഈ ഒരു തീരുമാനം വളരെ നല്ലൊരു തീരുമാനമായിട്ട് തന്നെ വേണം കാണാൻ. ഈ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊപ്പം പുതിയ അധ്യക്ഷൻ ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നിലവിൽ സാധ്യത കൂടുതൽ ബെന്നി ബെഹനാനാണ്. കാരണം പാർട്ടിയിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും പിന്തുണ ബെന്നി ബെഹനാനാണ് കൂടുതൽ. നേരത്തെ മുമ്പ് ആന്റോ ആന്റണിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ പോറ്റി വിവാദമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആന്റോയുടെ ഒരു പേര് അവിടെ ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അത് നിലവിലിപ്പോൾ ഒരു കോൺഗ്രസിന് ഒരു പരോക്ഷമായിട്ടാണെങ്കിലും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ സാഹചര്യത്തിൽ ആന്റോ ആന്റണീനെ KPCCയുടെ തലപ്പത്തേക്ക് എത്തിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും LDF അതൊരു ആയുധമാക്കി അത് അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് സേഫായിട്ടൊരു ബെന്നി ബെഹനാനെ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ബെന്നി ബെഹനാൻ വരുമ്പോൾ ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ പാർട്ടിക്ക് പ്രവർത്തകരുമായിട്ടും അല്ലെ ഇപ്പോഴത്തെ നിലവിലെ സജീവമായിട്ടുള്ള നേതാക്കന്മാരുമായിട്ടും വളരെ അടുത്ത ബന്ധവും നേരത്തെയും ഉണ്ട്, ഇപ്പോഴും ഉള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിയായിട്ട് അടുത്ത ബന്ധവും വ്യക്തിബന്ധവും രാഷ്ട്രീയ ബന്ധവും ഉണ്ടായിരുന്നൊരു നേതാവ് കൂടിയാണ് ബെന്നി ബെഹനാൻ. ആ ഒരു സാഹചര്യം ബെന്നി ബെഹനാൻ ഇപ്പോഴും തുടരുന്നുണ്ട്. അത് ബെന്നി ബെഹനാന് മുതൽക്കൂട്ടാവുകയും ചെയ്യും KPCCയുടെ തലപ്പത്തേക്ക് എത്തുമ്പോൾ. അതേസമയത്ത് ഈ ആന്റോ ആന്റണിയുടെ കാര്യത്തിലോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ നിലവിലത്തെ വിവാദങ്ങളുള്ളതുകൊണ്ട് പോറ്റിയുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുള്ള കാരണം അത് തിരിച്ചടിയാവുകയും ചെയ്യും. അതാണ് ബെന്നി ബെഹനാന് കൂടുതൽ സ്വീകാര്യത ലഭിക്കാനുള്ള കാരണം. ഇതിൽ ബെന്നി ബെഹനാനുള്ള മറ്റൊരു അനുകൂല ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, സണ്ണി ജോസഫ് വളരെ പെട്ടെന്ന് KPCC പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ട്രോളുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അത് ആരാണെന്ന് പലർക്കും അറിയില്ല. പലതരത്തിലുള്ള ട്രോളുകളും. അല്ല, അതിന് പിന്നെ സണ്ണി ജോസഫ് വരുന്നതിന് മുമ്പ് തന്നെയുള്ളൊരു, അതായത് KPCCയുടെ തലപ്പത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു പാർട്ടിയിൽ നിന്ന് ഉയർന്നു കേട്ടൊരു വികാരമാണ്. അതായത് 4 ആളെ അറിയുന്ന ആളായിരിക്കണം. അതായത് സാധാരണ പ്രവർത്തകരടക്കം അറിയാവുന്ന ഒരാളായിരിക്കണം എന്ന് പറഞ്ഞിരുന്നുള്ളൂ. പക്ഷെ അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് സണ്ണി ജോസഫ് വരുന്നത്. അത് ആരാണെന്നുള്ളത്, അതിൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, കോൺഗ്രസിനെ സംബന്ധിച്ച് അപ്പോൾ ഉമ്മൻചാണ്ടിയുടെയും പിന്നെ ആൻ്റണിയുടെ എന്താ പറയുക പിൻവാങ്ങലിനൊക്കെ ശേഷം ഒരു ശക്തനായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലീഡറെ മുമ്പോട്ട് ഉയർത്തി കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നല്ലോ അതിൻ്റെ ഒരു സംഗതി. അപ്പോൾ സണ്ണി ജോസഫ് ശരിക്കും എന്താ പറയുക ഒരു താൽക്കാലിക ആശ്വാസം മാത്രമായിരുന്നു. അതെ. ആ തരത്തിൽ നോക്കുമ്പോൾ സണ്ണി ജോസഫിനെ സംബന്ധിച്ച് അദ്ദേഹം തിരിച്ച് മത്സരിക്കാൻ പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു തരത്തിലും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലല്ല ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ബെന്നി ബെഹനാനെ സംബന്ധിച്ച് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളാണെന്ന് മാത്രമല്ല, ക്രിസ്ത്യൻ എന്താ പറയുക ആ ഒരു ഇഷ്യൂ, കോൺഗ്രസ് നേരിടുന്ന ആ ഒരു പ്രശ്നത്തിന് വലിയൊരു പരിധി വരെ പരിഹരിക്കാൻ ശേഷിയുള്ള തലപ്പൊക്കമുള്ള ഒരു നേതാവ് കൂടിയാണ്. ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ തന്നെ സണ്ണി ജോസഫിൻ്റെ ഒരു കാര്യമായിട്ടൊരു തിളങ്ങാൻ പറ്റിയില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാൾ പുറകോട്ട് നമ്മൾ പോകുമ്പോൾ ഒരു വേറെ കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. KPCC KPCC അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ ഉണ്ടായിരുന്ന സമയത്ത് പ്രതിപക്ഷ സ്ഥാനത്ത് സതീശനുണ്ട്. ഇവർ തമ്മിലൊരു വലിയൊരു ഫൈറ്റ് നടത്തേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പല വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുക. പ്രതിപക്ഷ നേതാവ് പറയുന്ന അഭിപ്രായമല്ലായിരിക്കും KPCC പ്രസിഡന്റ് ഉണ്ടാവുക. അങ്ങനെ ഒരു വളരെ ധാരണ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം നേരിട്ടിരുന്നു. അങ്ങനെ ആ പ്രശ്നം ഒരു ഹൈക്കമാൻഡിൻ്റെ വരെ ശ്രദ്ധയിൽ എത്തപ്പെട്ട സമയത്ത് എത്തിയിരുന്നു. ആ സമയത്താണ് ഒരു പ്രവർത്തന മികവിൽ അല്ലെങ്കിൽ ഓടി നടന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരികയും പിന്നെ സുധാകരൻ പതിയെ അവിടുന്ന് മാറുകയും അതിന് പകരമായിട്ട് സണ്ണി ജോസഫ് വരികയും ചെയ്തു. അപ്പോൾ സുധാകരൻ പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വേറൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഹൈക്കമാൻഡിൻ്റെ ഒരു ഇടപെടലുണ്ട് സുധാകരൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വശത്ത് നമ്മുടെ വി.ഡി. സതീശനെ സേഫ് ആക്കുക എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇവർ തമ്മിൽ ഫൈറ്റ് തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത നിലപാടും തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സാധ്യത അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡിന് വ്യക്തമായിട്ട് അറിയായിരുന്നു. അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടാണ് സുധാകരനെ മാറ്റാനുള്ളൊരു തീരുമാനത്തിനോട് ഹൈക്കമാൻഡ് ഒരു പരിധി വരെ യോജിച്ചത്. അപ്പോൾ ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ തന്നെ അതിന് പകരം വന്നതാണ് സണ്ണി ജോസഫ് വരുന്നത്. സണ്ണി ജോസഫിന്
ഈസി ആയിട്ട് സണ്ണി ജോസഫിന് ഈസി ആയിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന അവർ തമ്മിലുള്ള, അതായത് സതീശനും സുധാകരനും തമ്മിലുണ്ടായിരുന്ന ആശയപരമായ ഒരു വ്യത്യസ്ത അഭിപ്രായം ഇവിടെ ഇപ്പോഴും നിലവിലില്ല. അത് സുധാകരനും മാറ്റിയതോടുകൂടി കഴിഞ്ഞു. ഇപ്പോൾ ഒരു പക്ഷേ പാർട്ടിയുടെ ഒരു നിലപാടുകളും കാര്യങ്ങളും വ്യക്തമാക്കി പറയുന്നത് സതീശൻ തന്നെയാണ്. KPCC പ്രസിഡന്റ് പലയിടത്തും നിലപാട് വ്യക്തമാക്കുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായി പറയും. ഇന്നത്തെ ഒരു രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്, മികച്ച പ്രവർത്തനമാണ് സണ്ണി ജോസഫിന് ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ആ മികച്ച പ്രവർത്തനമായിരുന്നു എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കും ചോദിച്ചു കഴിഞ്ഞാൽ അവർ അങ്ങനെ അതേ അഭിപ്രായം പറയുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം പല നേതാക്കന്മാർക്ക് അടക്കം വ്യത്യസ്ത അഭിപ്രായമുണ്ട്. സണ്ണി ജോസഫ് വന്നപ്പം പോലും തന്നെ പലരും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്, ഇതായിരുന്നു ഞങ്ങൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരു KPCC അധ്യക്ഷനായിട്ട് വരേണ്ടിയിരുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉയർന്നിട്ടുണ്ട്. അപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ആ ഘട്ടത്തിൽ ഒരു വി ഡി സതീശനുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുന്ന ഒരാൾ വേണം എന്ന് ഹൈക്കമാൻഡിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വാഭാവികമായിട്ട് സണ്ണി ജോസഫിന് വരുന്നത്. അത് ഇതുപോലെ തന്നെ ഒരു പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോവുക, തെരഞ്ഞെടുപ്പുകളെ നേരിടുക എന്നുള്ളതാണ്. ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ തന്നെ ബെന്നി ബെഹനാൻ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ചില നേട്ടങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോൾ, ഒരു നേതാവ് വരുമ്പോൾ കോൺഗ്രസിന് കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ LDF നിന്ന് തന്നെ LDF അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലീഗായിരിക്കും ഭരിക്കുക എന്നുള്ള ഒരു ആരോപണം കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തേക്കൊരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരാൾ വേണം എന്നുള്ളൊരു തോന്നൽ പൊതുവെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ഭാഗം ആൾക്കാരുടെ ഇടയിലെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ നികത്താൻ ഇപ്പോൾ ബെന്നി ബെഹനാൻ വരുന്നതുകൊണ്ട് സാധ്യത കൂടുതലളവ്. ഇതിൽ ബെന്നി ബെഹനാൻ്റെ മറ്റൊരു പ്രത്യേകത A ഗ്രൂപ്പിൻ്റെ അതിശക്തനായ നേതാവ് എന്നുള്ളൊരു സംഗതി കിടക്കുന്നുണ്ട്. ഇപ്പോൾ കൊച്ചി മേയർ പ്രശ്നത്തിൽ നമ്മൾ കണ്ടതാണ്. അത് AI ഗ്രൂപ്പുകൾ ഒരുമിച്ച് ചേർന്ന് ഡിസിഷൻ എടുത്തു. അതിൽ മറ്റ് പരിഗണനകളെല്ലാം അപ്രസക്തമായി. അപ്പോൾ അത് വല്ലാത്തൊരു കോമ്പിനേഷനായിപ്പോയി. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ കാണുന്നത് താക്കോൽ സ്ഥാനത്തേക്ക് ചെന്നിത്തല കയറി വരുന്നു. ഇപ്പോൾ പ്രചാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നു. അതുപോലെ KPCC നേതൃത്വത്തിലേക്ക് A ഗ്രൂപ്പിൻ്റെ ആളും വരും. അപ്പോൾ KC ആണെങ്കിലും അല്ലെങ്കിൽ VD സതീശനാണെങ്കിലും അവരൊക്കെ ചെന്നിത്തലയ്ക്ക് ഒരു I ഗ്രൂപ്പിനകത്തുള്ള ആ ഒരു സ്ട്രോങ് ഹോൾഡ് ഇപ്പോഴും നമുക്ക് വളരെ ശക്തമായിട്ട് ആണെന്ന് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സംഘർഷത്തിൽ അതിനൊരു പുതിയ മാനം കൂടി നൽകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങിയിട്ടുള്ളതെന്നാണ് കാണേണ്ടത്. അത് കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ നടന്നതുപോലത്തെ ഒരു സംഗതി നടക്കും എന്നൊന്നല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് കൂടുതൽ പ്രസക്തി വരുമോ എന്നതും കൂടി വരുന്ന സമയങ്ങളിൽ കാണേണ്ടി വരും. ഇനി അധികം വൈകാതെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട നടപടിക്രമത്തിലേക്ക് കോൺഗ്രസ് കടക്കും. അതിനൊപ്പം തന്നെ ഈ പുതിയ KPCC അധ്യക്ഷൻ ആരാകുമെന്നുള്ള കാര്യത്തിലുള്ള ചർച്ചകൾ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നും ആ തീരുമാനം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അധികം വൈകാതെ നമുക്ക് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് വ്യക്തം അറിയാം. കാരണം വെച്ചാൽ സണ്ണി ജോസഫ് മത്സരിക്കാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അതിന് സ്വാഭാവികമായിട്ടും പാർട്ടിയും ഹൈക്കമാൻഡും അതിന് പിന്തുണ നൽകുകയും ചെയ്യും. അപ്പോൾ ഓടി നടന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു KPCC അധ്യക്ഷൻ വേണം. നിലവിലത്തെ സാഹചര്യത്തിൽ ബെന്നി ബെഹനാൻ അതിന് യോഗ്യനാണ്. കാരണം ഈ രണ്ട് ചുമതലയും കൂടെ വഹിക്കാൻ പറ്റില്ല. എന്നാണെങ്കിലും സണ്ണി ജോസഫിനെ സംബന്ധിച്ച് ഓടി നടന്ന, കാരണം വെച്ച് കഴിഞ്ഞാൽ നിർണായകമാണ്. കോൺഗ്രസിനും UDF-നും നിർണായക തെരഞ്ഞെടുപ്പാണ്. അപ്പം പുതിയ KPCC അധ്യക്ഷൻ ആരാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏറെക്കുറെ ധാരണയുണ്ടെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകട്ടെ എന്ന് അതുവരെ നമുക്ക് കാത്തിരിക്കാം.